പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവർ സന്ദർശക വിസയിൽ വിരുന്നെത്തുന്നത്. എന്നാൽ മതിയായ യാത്രാരേഖകളോ തയ്യാറെടുപ്പുകളോ ഇല്ലാതെ യാത്ര തിരിക്കുന്ന പലരും വിമാനത്താവളങ്ങളിൽ വെച്ച് തടയപ്പെടുകയോ മടക്കി അയക്കപ്പെടുകയോ ചെയ്യുന്ന വാർത്തകൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. യുടെ കർശനമായ എമിഗ്രേഷൻ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമായി തീരുന്നത്. വിസ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം യാത്ര സുരക്ഷിതമാകണമെന്നില്ല. മറിച്ച് ഷോ മണി, റിട്ടേൺ ടിക്കറ്റ്, താമസരേഖകൾ തുടങ്ങി പാലിക്കേണ്ട ചില സുപ്രധാന നിബന്ധനകളുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങളുടെ യാത്ര സുരക്ഷിതമായ സ്ഥലത്ത് എത്തുകയുള്ളൂ. സന്ദർശക വിസയിൽ യിലേക്ക് വരുന്നവരും അവരെ കൊണ്ടുവരുന്നവരും നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. യാത്രയുടെ കാര്യത്തിൽ ഓരോ രാജ്യത്തിനും കൃത്യമായ നിയമങ്ങളും നിബന്ധനകളും എല്ലാം ഉണ്ട്. ഇത് കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ നിയമം പോലെയല്ല യിലെ നിയമം. അവിടെ യിക്ക് യുഎയുടേതായ രീതികളും ചട്ടങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എവിടേക്കാണോ പോകുന്നത് ആ രാജ്യത്തെക്കുറിച്ച് മിനിമം കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കണം. പ്രത്യേകിച്ച് യാത്രയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും എന്തെല്ലാം കൊണ്ടുപോകാം, എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ല, പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ബാഗിൽ എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം തന്നെ പല യാത്രാരേഖകളുമുണ്ട്. ഈ യാത്രാരേഖകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സുരക്ഷിതമായിട്ട് നമ്മൾ എവിടേക്കാണോ യാത്ര പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും വിമാനത്താവളങ്ങളിലേക്ക് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം, അതല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചയക്കാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രവാസികൾ നേരിടേണ്ടി വരും. അത്തരമൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർ യിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി കേരളത്തിലെയും യിലെയും എയർപോർട്ടുകളിൽ സന്ദർശക വിസയിൽ എത്തുന്നവരെ തടഞ്ഞു വെക്കുന്നതും നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് മടക്കി അയക്കുന്നതുമായ വാർത്തകൾ നിരവധിയാണ്. വിസ കിട്ടിയില്ലേ ഇനി ധൈര്യമായി വരാമെന്ന് കരുതി വിമാനം കയറുന്നവർക്കാണ് കൂടുതലായും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അതിനാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്ദർശക വിസയിൽ എത്തുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പയാണ് ഷോ മണി. നിയമപ്രകാരം ഒരു സന്ദർശകൻ ഇവിടെ എത്തുമ്പോൾ തന്റെ താമസ ചെലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി നിശ്ചിത തുക കയ്യിൽ കരുതണം. പലപ്പോഴും നാട്ടിലെ എയർപോർട്ടിൽ ചോദിച്ചില്ലല്ലോ, ഇവിടെയും ചോദിക്കില്ല എന്ന വിശ്വാസത്തിലാണ് പലരും വരുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നിലവിൽ ഇത് സംബന്ധിച്ച് കർശനമായ പരിശോധനകളാണ് നടത്തി വരുന്നത്. കൂടാതെ ഒരാൾക്ക് ഒരു മാസത്തെ വിസയ്ക്ക് ഏകദേശം 3000 ദിർഹമോ അതിന് തുല്യമോ ആയ തുക കയ്യിലുണ്ടാവുകയും വേണം. ഇനി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാവുന്നതാണ്. എങ്കിലും ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും സുരക്ഷിതം. ഇതൊരു നിയമം മാത്രമല്ല, ഇവിടെ എത്തുന്ന ഒരു വ്യക്തി സാമ്പത്തികമായി സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്താനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനാൽ ജോലി അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ തുക കയ്യിൽ കരുതുന്നത് നിങ്ങളുടെ തുടർന്നുള്ള യാത്രകൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിലും വലിയ സഹായമായി മാറും. രണ്ടാമത്തെ കാര്യം റിട്ടേൺ ടിക്കറ്റ് ആണ്. സന്ദർശക വിസയിൽ വരുന്നവർ വരാനുള്ള ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ, മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റ് കൂടി നിർബന്ധമായും കയ്യിൽ കരുതണം. ഇവിടെ വന്ന് ജോലി കിട്ടുമ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് കരുതി വരുന്നത് വലിയ അപകടമാണ്. എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ തന്നെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളെ വിമാനം കയറാൻ ഒരിക്കലും അനുവദിക്കില്ല. നിയമപരമായി നിങ്ങൾ യിൽ സന്ദർശനത്തിന് മാത്രമാണ് വരുന്നതെന്നും കാലാവധി കഴിഞ്ഞാൽ മടങ്ങുമെന്നും ഉറപ്പുവരുത്താനാണ് ഈ നിയമം. അതുകൊണ്ട് വിസ എടുത്താലുടൻ തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മറക്കരുത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നതിന്റെ രേഖകളാണ്. ഒരു വിസിറ്റർ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അധികൃതർ കൃത്യമായും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ അതിന്റെ ബുക്കിംഗ് രേഖകൾ കയ്യിൽ കരുതണം. അതല്ല നിങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി, അവരുടെ അഡ്രസ്സ് എന്നിവ കരുതുന്നത് വളരെ നന്നായിരിക്കും. പലപ്പോഴും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അഡ്രസ് അറിയില്ല എന്ന് പറയുന്നത് സംശയങ്ങൾക്ക് ഇടയാക്കും. നിങ്ങൾ മറ്റെന്തോ അനധികൃതമായിട്ടുള്ള കാര്യത്തിനാണ് വന്നതെന്ന് പോലും ഒരുപക്ഷെ അവർ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ രേഖകൾ കയ്യിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമായ യാത്രയ്ക്ക് നിങ്ങളെ സഹായിക്കും. വരുന്നവർക്ക് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതിയ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഫോണിലോ അതുണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. സാധാരണയായി വിസ എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് അടക്കമാണ് ലഭിക്കാറുള്ളത്.
അപ്പം ഇതൊന്നും മറക്കാതിരിക്കുക. UAE-യിലെ നിയമങ്ങൾ കർശനമാക്കുന്നത് സന്ദർശകരുടെ സുരക്ഷയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഷോ മണി, റിട്ടേൺ ടിക്കറ്റ്, കൃത്യമായ താമസരേഖകൾ എന്നിവ കൈവശം വെക്കുന്നത് എയർപോർട്ടിലെ നൂലാമാലകൾ ഒഴിവാക്കാൻ മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവാസികൾക്ക് തണലാകാനും സഹായിക്കും. ജോലി അന്വേഷിച്ചു വരുന്നവരാണെങ്കിൽ പോലും സന്ദർശക വിസയുടെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. വിദഗ്ധരും അതാണ് നിർദ്ദേശിക്കുന്നത്. ചെറിയൊരു അശ്രദ്ധ വലിയ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വിഷമത്തിനും കാരണമായേക്കാം. അതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തണം. ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് അടുക്കി പറക്കി എടുത്തു വെച്ച് ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ യാത്ര മുടങ്ങാതിരിക്കാനും നിങ്ങൾ വഴിയിൽ കുടുങ്ങാതിരിക്കാനും ഒക്കെ അത് നിങ്ങളെ സഹായിക്കും. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആ രാജ്യത്തെ ഏറ്റവും അത്യാവശ്യം അറിയേണ്ട നിയമങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും.